വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്റ്റിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. റിയാക്റ്റ് ഹുക്സ്, പ്രോപ്സ്, യൂസ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് ഈവൻറ്റ്സ്, CSS കോമ്പോണൻസ്. അങ്ങനെ ബൂട്ട് സ്ട്രാപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി ഫങ്ഷൻസ്, മെത്തേഡ്സ്, അതുപോലെ തന്നെ ഹുക്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള പ്രൊജക്റ്റും അസൈൻമെൻറ്റും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചു യൂസ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ മറ്റൊരു ഹുക്കാണ് യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ പറയാം. ദ എഫക്റ്റ് ഹുക്ക് ലെറ്റ് യു പെർഫോം സൈഡ് എഫക്റ്റ് ഫങ്ഷൻ കോമ്പോണൻറ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ കോമ്പോണൻറ്റ് വിളിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സൈഡ് എഫക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് എഫക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, സൈഡ് എഫക്റ്റ് ആർ ആക്ഷൻ വിച്ച് ഈസ് പെർഫോംഡ് വിത്ത് ഈസ് ഔട്ട്സൈഡ് ഓഫ് വേർഡ്. അതായത് സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷനിലല്ല ആ സൈഡ് എഫക്റ്റ് വരുന്നത്, ഔട്ട്സൈഡ് ഓഫ് ദ ഫംഗ്ഷൻ ആയിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ വി പെർഫോം എ സൈഡ് എഫക്റ്റ് വെൻ വി നീഡ് ടു റീച്ച് ഔട്ട്സൈഡ് ഓഫ് ദ അവർ റിയാക്ട് കോമ്പണൻറ്റ് ടു ഡു സംതിങ് ലൈക്ക് മോഡിഫൈ എനിത്തിങ് ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അതായത് നമ്മളൊരു ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ചെയ്തു, അപ്പോൾ നമുക്ക് ആ റിയാക്റ്റ് കോമ്പണൻറ്റ് റീറെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്സൈഡായിട്ട് മറ്റെന്തെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ് എഫക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെച്ചിങ് ഡാറ്റ, ഡയറക്റ്റ് അപ്ഡേറ്റിംഗ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഫെച്ചിങ് ഡാറ്റയാണ് മെയിനായിട്ട് സൈഡ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഹ്യൂക്സ് വിളിക്കും. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ, റീറെൻഡർ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് യൂസ് എഫക്റ്റും കൂടിയും വർക്കാവും ബൈ റെൻഡറിങ് ഡീഫോൾട്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ, ഇൻബിൽട്ട് ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് റണ്ണാകും, അല്ലെങ്കിൽ നമ്മൾ അതിൽ കോൾ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ റണ്ണാകും. അപ്പോൾ ഞാനത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഏരിയകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ ഡീറ്റെയിൽസ് റിട്രീവായിട്ട് അത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ഡാറ്റയെ യൂസ് എഫക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നമുക്ക് ആ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു എക്സാമ്പിൾ, അങ്ങനെ പല എക്സാമ്പിളും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കിടക്കാം, എങ്ങനെയാണ് നമുക്ക് യൂസ് എഫക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ യൂസ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ യൂസ് സ്റ്റേറ്റ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം, എന്നിട്ട് നമുക്ക് യൂസ് എഫക്റ്റ് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഞാൻ ഇതിനകത്ത് നമുക്കൊരു യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമുക്ക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫയല്, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ RFCE എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ഈ ഒരു കോമ്പണൻറ്റിനെ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ജസ്റ്റ് യൂസ് എഫക്റ്റ് എന്നുള്ള ആ ഒരു ഇൻസേഷൻ, നമുക്ക് ആ ഒരു വേർഡ് നമുക്ക് കാണാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇനി യൂസ് എഫക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു H ടാഗ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. H ടാഗ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ജസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത ഒരു കൗണ്ടർ ആപ്പ് ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു കൗണ്ടർ ആപ്പ് ചെയ്തിരുന്നു. അപ്പോൾ കോൺസ്റ്റ് ബ്രാക്കറ്റ് കൗണ്ടർ. ഓക്കെ, നമ്മളൊരു യൂസ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിവിടെ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ ഇവിടെ ഒരു എറർ കണ്ടോ, യൂസ് സ്റ്റേറ്റ് ഇല്ല, നോട്ട് ഡിഫൈൻഡ് എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് സ്റ്റേറ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം, അതിന് ശേഷം യൂസ് എഫക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റും നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൗണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബട്ടൺ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലുള്ള ആ ഒരു ബട്ടൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ നമുക്കതിനെ ആ ഒരു കൗണ്ടറിൻ്റെ പ്ലസ് പ്ലസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ പ്ലസ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ആകുമ്പോൾ ഇത് നമുക്ക് റൺ ആയിക്കൊണ്ടേയിരിക്കും. അതിന് ശേഷം ഞാനിവിടെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് യൂസ് എഫക്റ്റ് ബൈ സൈഡ് എഫക്റ്റ്. ഓക്കെ, ഇനി നമുക്കിത് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇൻസ്പെക്ഷൻ എടുക്കാം. ഇൻസ്പെക്ഷൻ എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ കൺസോളിൽ പോകാം. ഇപ്പം ഞാനിവിടെ ഓരോരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഇത് വർക്കാവുന്നുണ്ട്. ഈ ക്ലിക്ക് ചെയ്യുമ്പോഴും വർക്കാവുന്നുണ്ട്, ഇത് റീലോഡ് ചെയ്യുമ്പോഴും ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ യൂസ് എഫക്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പഠിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ റെൻഡർ ആവുന്നു. ഈ റെൻഡർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് യൂസ് എഫക്റ്റ് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റി ഇതിന് ഞാനിവിടെ നിന്ന് ഒഴിവാക്കാം. ഇതിന് ശേഷം ഞാനിവിടെ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വിളിക്കാം, ഇൻബിൽറ്റ് ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ യൂസ് എഫക്റ്റ് എന്ന് എഴുതി ആ ഒരു ഫംഗ്ഷൻ വിളിച്ചു. ഇത് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ കൺസോൾ എഴുതിയതിന് ശേഷം സൈഡ് എഫക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് കൺസോൾ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, റീഫ്രഷ് ആകുമ്പോൾ അത് വർക്കായി. അതിനുശേഷം ഇത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് യൂസ് എഫക്റ്റിനെ വിളിക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹുക്സാണ്. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കൗണ്ടർ ആപ്പ് ഇതൊന്നും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് കൗണ്ട് 2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ വാരിയബിൾ ഫംഗ്ഷനകത്ത് ഞാനും കൗണ്ട് 2 എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ സെയിം ഞാൻ ഒരു തവണ കൂടി കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിത് ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2 കൗണ്ടർ ആപ്പ് ഉണ്ട്. രണ്ടും 2 രീതിയിലായിരിക്കും വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചേഞ്ച് വരേണ്ടത് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, യൂസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ. നേരത്തെ നമ്മൾ റെൻഡറായ ടൈമിൽ നമുക്ക് ഇവിടെ യൂസ് എഫക്റ്റ് കാണാൻ സാധിക്കുമായിരുന്നു. റെൻഡർ ആവുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ബട്ടൺ ക്ലിക്കിലൊന്നും ഇത് വർക്കാവില്ല. കാരണം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡിപ്പെൻഡൻസി ലിസ്റ്റ് നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡൻസി ലിസ്റ്റ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി ലിസ്റ്റിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം ഏതൊക്കെ വേരിയബിൾ, അതായത് യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂസ് എഫക്റ്റ് വർക്ക് ആവേണ്ടതെന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം, പ്ലസ് കൗണ്ട് എന്ന് പറയുന്ന ഇതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഡിപ്പെൻഡൻസി, അതായത് ഈ സ്റ്റേറ്റ് വിളിക്കുമ്പോഴാണ് നമുക്കിനി അവിടെ യൂസ് എഫക്റ്റ് വർക്ക് ആവേണ്ടതെന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ നമ്മൾ ആ ഒരു വേരിയബിൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഞാൻ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് എഫക്റ്റ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസ് എഫക്റ്റിനെ കൺട്രോൾ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡാറ്റ സേവ് ചെയ്തു. ആ ഡാറ്റ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടൻ്റ് ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ് എഫക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല സ്ഥലത്തും ഒരു പ്രൊജക്റ്റിൽ വിത്തൗട്ട് ദിസ് യൂസ് എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂസ് എഫക്റ്റ് എന്തായാലും വേണ്ടി വരും. ഒരു ഡാറ്റ സേവ് ചെയ്യുമ്പോഴും അതിൻ്റെ കറസ്പോണ്ടൻ്റ് ഡാറ്റ നമുക്ക് റീഫ്രഷ് ചെയ്ത് കൊണ്ടുവരാനും അങ്ങനെ പല ആവശ്യത്തിനും വേണ്ടി നമുക്കിത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യൂസ് സ്റ്റേറ്റ് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. ഒന്ന് നല്ല രീതിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സെക്ഷന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.